സാധാരണ ഈ മാസം, അതായത് ഒക്ടോബർ മാസം ഇവിടെ വെള്ളം കുറവായിരിക്കും. പക്ഷേ ഇപ്പോൾ വെള്ളമുണ്ട്. കാരണം നല്ല മഴയായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല മഴ. കേരളത്തിൽ മഴ പെയ്യും, അപ്പോൾ അതിൻ്റെ ബാക്കി ഇവിടെയും പെയ്യുന്നുണ്ട്. അപ്പോൾ വരാൻ താല്പര്യമുള്ളവർക്ക് വരാൻ പറ്റിയ സമയമാണ്. കാരണം എല്ലാ സ്ഥലത്തും വെള്ളമുണ്ട്. ഏറ്റവും താഴെ വെള്ളമുണ്ട്, വള്ളിച്ചിനയിലും വെള്ളമുണ്ട്. ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് കയറിയിട്ട് ഇപ്പോൾ വശത്തെ പാറയുടെ സൈഡിൽ കൂടെ ഇവിടെ ഒരു ചെറിയ വഴി പോലെ ഇങ്ങനെ തെളിഞ്ഞു കിടപ്പുണ്ട്. എനിക്കറിയില്ല ഇത് മുകളിലോട്ട് പോകുമെന്ന്. നല്ല ട്രക്കിങ്, കാരണം പാറയുടെ മുകളിൽ കൂടെ കയറണം. അപ്പോൾ ഞാൻ അവനെ മുമ്പേ നിന്ന് വിട്ടു, കാരണം ഒരു വഴി ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ തെളിഞ്ഞു കിടപ്പുണ്ട്. ഇതൊരു ശ്രമമാണ്. ഇതേ ദൂരെ കണ്ടോ ക്ലൗഡ്സ് ഇങ്ങനെ പോകുന്നു, ഭയങ്കര രസമാണ് കാണാൻ. അതുപോലെ ഇവിടെ നിന്ന് കണ്ടോ ഇങ്ങോട്ട് ഈ വശത്ത് ഒരു വലിയ മലയുണ്ട്. ഓക്കെ, നമുക്ക് ദേവ അങ്ങ് മുകളിൽ കയറിപ്പോയി. ഞാനും പോകുന്നു കൂടെ. ഒരു പരിചയമില്ലാത്ത സ്ഥലമാണ്, കാരണം ഇങ്ങോട്ട് നമ്മൾ ഇതുവരെ വന്നിട്ടില്ല. അഡ്വഞ്ചറസ് ആണോ? ഇഷ്ടപ്പെട്ടോ? അത് കുഴപ്പമില്ല, പതുക്കെ കയറിക്കോ. കുഴപ്പമില്ല, കയറിക്കോ. കൈ കീറി എവിടെ? അയ്യോ, കുഞ്ഞു കുഞ്ഞു മുള്ളുകൾ, നമുക്ക് അതിനെ എടുത്ത് കളയാം. ചിപ്പൊക്കും. ഇനി അതുപോലെ ആ മുള്ളുള്ള സ്ഥലത്ത് കൈ വെക്കരുതേ. ഓക്കെ, നടക്ക്. പ്രയാസം ഉണ്ടെങ്കിൽ തിരിച്ചു പോവാ. പോണോ? മോള് വരെ പോണോ? നടന്നോ, അച്ഛ വരുന്നുണ്ട്. ഓക്കെ അച്ഛ വരാം. പൊക്കോ. ഇവിടെ എല്ലാം ഉയരമുള്ള പാറയാണ്. പിന്നെ അത് വേറൊരു നല്ല രസമുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ നിറയെ തെങ്ങുണ്ട് ഇതിൻ്റെ മുകളിൽ. അതിൻ്റെ മുകളിലോട്ട് പിന്നെ ഉയരമുള്ള മലയാണ്. നല്ല കാറ്റുണ്ട്, കണ്ട ക്ലൗഡ്സ് ഇങ്ങനെ ഓടിപ്പോകുന്നുണ്ട്. മഴമേഘമുണ്ട്, സാധാ നമ്മുടെ എന്താ പറയുക വെള്ളമേഘം, നമ്മൾ വെള്ളിമേഘം എന്നൊക്കെ പറയും. അവിടെ നിന്നുണ്ട്, അവിടെ നിന്ന് ക്ലൗഡ്സ് ഇങ്ങനെ കയറി വരുന്നുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. കുടയൊന്നുമില്ല. വാവ അച്ഛ വരുന്നു. അയ്യോ, എൻ്റെ വാവ എവിടെ? വാവ എവിടെ? അതിലേക്ക് കയറണം, ആ പാറയിൽ കയറണം. കയറാൻ പറ്റുമോ? വീഴരുത്. ഇനി എങ്ങനെ കയറും? അച്ഛ വന്ന് ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, നോക്കാം. കുറച്ച് ട്രക്കിംഗ് ആയിട്ടുണ്ട്. അവിടെ ഭയങ്കര എഡ്ജാണ്. ഓക്കെ, എന്തായാലും വരാൻ പറ്റും. അടിപൊളി അല്ലേ? നല്ല വ്യൂ ഉണ്ട്. മഴത്തുള്ളി വീഴുന്നുണ്ടോ? മഴത്തുള്ളി വീഴുന്നുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു മുകളിലോട്ട് കയറി വരാൻ വേണ്ടി. പക്ഷെ കയറി വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ സൂപ്പറാണ്, അടിപൊളി. 360 ഡിഗ്രിയാണ്. ഈ സൈഡ് ഇപ്പോൾ കടലാണ് അങ്ങ് ദൂരെ, പക്ഷെ ഇങ്ങെല്ലാം മലകളാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ മുകളിൽ വന്നപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. അവരിങ്ങനെ ഇവിടെ പല മലകളിൽ, അതായത് ഇവിടെ ഒരുപാട് മലകളാണ്. അതെ, മൊത്തം ഇങ്ങനെ മലകളാണ്. എല്ലായിടത്തും ആൾക്കാരുണ്ട്. എന്നുവെച്ചാൽ എല്ലാം ഇതുപോലെ വിസിറ്റ് ചെയ്യാൻ വന്ന ആൾക്കാരാണ്. ഇതേ ഉണ്ടോ ഇവിടെ എൻ്റെ ഓപ്പോസിറ്റ് അങ്ങ് ദൂരെ ഇവിടെ ഒരാളിപ്പോൾ ഉണ്ട്, കണ്ട ഒരാൾ. പിന്നെ അതേ അങ്ങ് ദൂരെ കുറേ ആൾക്കാർ ഇതേ അങ്ങ് ഇറങ്ങി വരുന്നുണ്ട് ആ പുൽമേട്ടിൽ നിന്ന്. അടിപൊളി കേട്ടോ, ഭയങ്കര രസമാണ് എൻ്റെ മുകളിൽ നിൽക്കുക. മുകളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ സൂപ്പറാണ്. നമ്മളിപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ കുറേ മുകളിലെത്തി. കണ്ട ഇവിടെ നിന്നാണ് ഈ വെള്ളം അങ്ങ് താഴെ പോയിട്ട് നമ്മൾ ആദ്യം കണ്ട ആ ഫാളില്ലേ, ഒരു വാട്ടർഫോൾസില്ലേ താഴത്തെ വള്ളിച്ചുണ്ട്, അവിടെ എത്തുന്നത്. മൊത്തം ഇങ്ങനെ ഡെൻസാണ്, മൊത്തം ഇങ്ങനെ മരങ്ങളും വള്ളികളും എല്ലാം കൂടെ. കാട്ടിനകത്തൂടെയുള്ള വഴിയാണ്. ഇങ്ങനെ മലയിലോട്ട് കയറി പോകുന്നുണ്ട്. വഴിയുണ്ട്, വഴി ഇങ്ങനെ തെളിഞ്ഞു കിടപ്പുണ്ട്. ഇവിടെ കുറച്ച് ദൂരം പുല്ലാണ്. പുല്ല് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, നല്ല ഉയരമുള്ള മരമാണ് മുകളിലോട്ട്, മരങ്ങൾ. ഇപ്പോൾ നമ്മൾ ശരിക്കും ദൂരെ ഉള്ള വ്യൂ ഒന്നും ഇല്ല, കാരണം നല്ല ഡെൻസായിട്ടുള്ള കാടിനകത്തൂടെ പോകുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതെ ഉയരമുള്ള മലയൊക്കെ കാണാം ഇപ്പോഴും. നമുക്ക് കുറച്ചും കൂടെ മുകളിൽ വരെ പോയിട്ട് യാത്ര നിർത്താം. ഇതിവിടെ മുകളിലായിട്ടുള്ളൊരു കുഞ്ഞു വാട്ടർഫോളാണ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി പോകാനൊക്കെ നല്ല പ്രയാസമാണ്. കണ്ട മൊത്തം ഇങ്ങനെ എന്താ പറയുക, മുൾക്കാടാണ്, ഭയങ്കര
കാട് പോലെ, അതായത് വള്ളിച്ചെടികളൊക്കെ ഇങ്ങനെ ഡെൻസായിട്ട് കിടപ്പുണ്ട്. പിന്നെ ഇവിടെ ഒരു മരം കണ്ടോ, മരത്തിൽ നിറയെ ഇങ്ങനെ ദേ കണ്ടോ ഒരു പ്രത്യേകതരം കായകളാണ് കണ്ടോ. ഇതുവരെ ഇങ്ങനെയൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഞാൻ നിറച്ചു കാണാറുണ്ട്, പക്ഷെ ഇതേപോലെ ഇങ്ങോട്ടൊന്നും ഈ വഴി പോലെയും കണ്ടിട്ടില്ല. പക്ഷെ സൂപ്പറായി. രാത്രിയിൽ നന്നായി തളർന്നു. വലിയ ഇതിനേക്കാളും വലുതൊക്കെ ഞാൻ കയറിയിട്ടുണ്ട്. ഇതിനേക്ക് ഞാൻ തോൽപ്പിച്ചു പോയ സ്ഥലമുണ്ട്, പറവതമല എന്ന് പറയുന്ന മല. അത് നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല. പക്ഷെ എനിക്ക് സൂപ്പറായിരുന്നു. ഇതേപോലെയൊന്നും ഞാൻ എക്സ്പീരിയൻസ് ഇല്ല. കൈ മുറിഞ്ഞതാ, ഇവിടെ ഇപ്പൊ ഒന്ന് മുറിഞ്ഞ്, ഇടയ്ക്ക് ഇവിടെ ഈ കൈ ഒന്ന് മുറിഞ്ഞ്. കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ ചെറുതായിട്ട് ഇനി കത്തിയിട്ടത് കുത്തി മുറിഞ്ഞ ഭയങ്കര. പക്ഷെ സൂപ്പറായിരുന്നു ഈ സ്ഥലം. ഈ വാട്ടർഫോള് താഴത്തെ ഒന്ന് കണ്ട്, പിന്നെ ഒന്നിനെ കണ്ട്, പിന്നെ ഇതാണ് ഏറ്റവും ലാസ്റ്റ് ആയിട്ടാണ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല സ്ഥലമാണ്. ഇനിയും ഇവിടെ വരും, ഇതിനേക്കാളും എക്സ്പ്ലോർ ചെയ്യാൻ ഞാൻ ഇനി വീണ്ടും വരും. നമ്മുടെ ചുറ്റും ഈ വളർന്നു നിൽക്കുന്ന ഈ പുൽമേട് മൊത്തം ഇങ്ങനെ പുല്ലാണ്. ഞങ്ങളത് സാധാ പുല്ലെന്നാണ് വിചാരിച്ചത്, പക്ഷെ അല്ല, ഇത് നല്ല മണമുണ്ട്. ഇതിൻ്റെ ഇല ഇങ്ങനെ പൊട്ടിച്ച് മണപ്പിച്ച് കഴിഞ്ഞാൽ ഭയങ്കര മണമാണ്. എനിക്ക് ആ പുല്ലിൻ്റെ പേരറിയില്ല. എനിക്ക് ചിലപ്പോൾ ഇതാണോ പുൽത്തൈലം ഉണ്ടാക്കാൻ എടുക്കുന്നതെന്ന് അറിയില്ല, പക്ഷെ നല്ല മണമാണ്. നമുക്കത് നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ തിരികെ പോകുന്നു. അപ്പോൾ ഇന്ന് 2 കാര്യങ്ങൾ കാണാൻ പറ്റി. ഒന്ന് വള്ളിച്ചുന വാട്ടർഫോൾസ്, പിന്നെ കുറച്ചുകൂടെ മുകളിലോട്ട് കാട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. ഭയങ്കര ഹാപ്പിയാണ്, മോനും ഭയങ്കര ഹാപ്പിയാണ്. അയ്യോ പേടിക്കണ്ട, ജസ്റ്റ് ഒരു കല്ല് ചവിട്ടി വീണതാണ്. അപ്പോൾ എന്താ കൂടുതലൊന്നും ഈ സ്ഥലത്തെക്കുറിച്ച് കണ്ടല്ലോ. നല്ല അടിപൊളി സ്ഥലമാണ്, നല്ല രസമാണ് ഇവിടുത്തെ കാടും മലകളും എല്ലാം. അതായത് ഞാൻ ഒരിക്കലും ഇങ്ങ് മുകളിലോട്ട് വന്നിട്ടില്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെ മുകളിലോട്ട് കയറി വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം 2 മണി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളിനി വീട്ടിൽ പോയിട്ടാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഈ വഴിയിലൊന്നും കയറുന്നില്ല, അറിയില്ല, കൊറോണ സീസണാണ്. മാസ്ക് ഉണ്ടായിരുന്നു, ഇവിടെ പിന്നെ ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് മാസ്ക് വയ്ക്കാത്തത്. അപ്പോൾ പുതിയൊരു ട്രാവൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.